ഹലോ ഗൈസ്, ആൻഡ് ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നിട്ട് നമ്മുടെ പട്ടായയിലെ മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസാണ് നമ്മുടെ ഈ പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. കറക്റ്റ് 6:30 ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്യുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കും ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തായിരുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കേണ്ട ആ ഒരു കൗണ്ടർ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കുറേ പാക്കേജസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡാണ് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാനുള്ളത്. നമുക്കിത് ബുക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അവിടുത്തെ തായ് ഡ്രസ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഡ്രസ്സ് എടുത്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 600 തായ് ബാത്താവും. അല്ലാതെ നമുക്ക് സാധാ എൻട്രിക്കാണെങ്കിൽ 200 തായ് ബാത്താണ് ആവുന്നത്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി 461 രൂപയാവും. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു കയ്യിലിടാൻ ഒരു ബാൻഡ് തരും. നമ്മുടെ കയ്യിൽ അത് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ആ ഒരു പാസ് കാണിച്ചതിന് ശേഷം നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാവുന്നതാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ ചുറ്റി കാണാൻ തന്നെ ഏതാണ്ട് 2-3 മണിക്കൂറോളം നമുക്ക് ടൈം ആവും. അത് മാത്രമല്ല, അതിൽ കൂടെ നമ്മൾ ഷോപ്പിങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ടൈം ആവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് തായ് ഡ്രസ്സ് ഇട്ടേക്കുന്ന ഒരു ഷോപ്പ് കാണാം. നമുക്ക് ഇവിടെ നിന്നാണ് ആ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിൽ പോവേണ്ടതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ ഒരു പാസ് എടുക്കാവുന്നതാണ്. അതിനും കൂടെ എക്സ്ട്രാ ചാർജ് ആവും. ഞാൻ ഇപ്പോൾ എടുത്തിങ്ങനെ ടിക്കറ്റ് വന്നിട്ട് 200 തായ് ബാത്തിൻ്റെ ആ ഒരു ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഷോപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞാൻ ഇവിടെ നിന്ന് ഒരു ടീഷർട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണിക്കാം. ഈ പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നിട്ട് 2008 മുതലാണ് ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തത് ടൂറിസത്തിന് വേണ്ടി. ഇവിടെ ഫുള്ളും തായ് പീപ്പിൾസും അവരൊക്കെയാണ് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പല ഇനത്തിലുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വരുമ്പോഴേക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടെയാണ് ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ. കുട്ടികൾക്ക് ടോയ്സ്, പിന്നെ അഡൾട്ട്സിനൊക്കെ ക്ലോത്ത്സ്, ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പല ഇനത്തിലുള്ള നമുക്ക് ഈ ഞണ്ട്, തേള് അങ്ങനത്തെ ഫുഡ് ഐറ്റംസിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതൊക്കെ ചിലതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് തന്നെ അവർ കുക്ക് ചെയ്ത് തരുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഇവിടെ വരാനുള്ള ലൊക്കേഷൻ വളരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. പിന്നെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് ഇവിടെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പട്ടായയിലുള്ള ടൈഗർ പാർക്കും അണ്ടർ വാട്ടർ വേൾഡ് പട്ടായയും ഉള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാത്തവർ കയറി കാണാൻ ശ്രമിക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഐസ്ക്രീംസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ മാംഗോ വെച്ചിട്ടുള്ളൊരു ഡിഷുണ്ട്. അത് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈ കടയിൽ നിന്നാണ് ഞാൻ ഒരു ടീഷർട്ട് വാങ്ങിച്ചത്. തായ്ലൻഡിൻ്റെ ആ ഒരു ഡിസൈൻ എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയിൽ നമുക്ക് ഈ മുതല ഇറച്ചി നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇരിക്കെ തൊട്ട് സൈഡിൽ തന്നെ കുറേ ആൾക്കാർ ബോട്ടിങ്ങിലൂടെ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അകത്തൂടെ പോകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു. ഇത് ഒരു റിവറാണ്. ഈ റിവറിൻ്റെ നടുക്ക് അവർ ഈ വേസ്റ്റുകളൊന്നും ഇടാതെ തന്നെ അവർ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഫുൾ അവർ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞാനൊരു ക്രോക്കഡൈലിൻ്റെ ഒരു ഡിഷ് വാങ്ങിച്ചത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് ടേസ്റ്റ് വന്നിട്ട് ഏതാണ്ട് ഒരു മീറ്റിൻ്റെയും ഫിഷിൻ്റെ ഒരു മിക്സ് പോലെയാണ് നമുക്ക് ഈ ക്രോക്കഡൈലിൻ്റെ മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഷ്രിമ്പ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ കരിക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ കിട്ടുന്നതാണ്. കരിക്കിൻ്റെയൊക്കെ നല്ല പ്രത്യേക ഫ്ലേവറാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പം. അത് അവർ കൂൾ ചെയ്ത് തരണോണ്ടാണോ എന്തോ കരിക്കിൻ്റെ അത് കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കരിക്കിൻ്റെ അകത്തുള്ള അതൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് വിൽക്കുന്നത്. നമ്മളിവിടെ കരിക്ക് നമ്മൾ 80 തായ് ബാത്ത് കൊടുത്ത് വാങ്ങിച്ചാലും അവർ നമുക്ക് കരിക്കിൻ്റെ ആ വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ അകത്തുള്ളത് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. പക്ഷേ പട്ടായയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടെ വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ലൊരു കിടിലം ഒരു സ്പോട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കിടിലം ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലൊരു കിടിലം ഒരു ലൊക്കേഷൻ കൂടെയാണ് നമ്മുടെ പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്.
ഫുഡ് കഴിക്കുന്നത് ഇതേപോലത്തെ രീതിയിലാണ്. നമ്മൾ തായ് കൾച്ചറിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ താഴെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ താഴെ ഇരുന്ന് നമുക്ക് തായ് കൾച്ചർ അനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിലാണ് പോകുന്നതെങ്കിൽ അവർ ഫുഡ് നമുക്ക് ബോട്ടിൽ സെർവ് ചെയ്ത് നമുക്ക് ബോട്ടിൽ നിന്ന് കഴിച്ച് പോകുന്നതാണ്. ഞാൻ ഇവിടെ വന്നത് ഏതാണ്ട് ഒരു 9:30 ടൈമിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഷോപ്പൊക്കെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അധികം റഷും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അകത്ത് അധികം കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നിറച്ച ആൾക്കാരിരുന്ന് താഴെ ഫുഡും പിന്നെ സൈഡിൽ ഇതേപോലെ മ്യൂസിക് കോൺസെർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ നടന്ന് എത്തുന്നത് വേറൊരു സെക്ഷനിലാണ്. ഇവിടെ നമുക്ക് തേള്, പുഴു അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അവരുടെ ഫ്രൈ ചെയ്തെടുത്ത് അവർ വെക്കുന്ന കാഴ്ചകളൊക്കെയാണ്. ഇത് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇത് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ യൂട്യൂബേഴ്സും ഇതൊക്കെ കഴിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു തേള് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും കഴിക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രോക്കഡൈലിൻ്റെ ആ ഒരു മീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ക്രോക്കഡൈലിൻ്റെ മീറ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ ഫിഷിൻ്റെയും ഒരു ചിക്കനിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കുമ്പം. പിന്നെ അതേ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ഐസ്ക്രീംസ്, അവർ മാംഗോ വെച്ചിട്ടുള്ള ഐസ്ക്രീംസിൻ്റെ കുറേ ഡിഷസ് ഉണ്ട്. നമ്മുടെ ഉണ്ണിയപ്പൻ സ്റ്റൈലിലൊക്കെ ഉള്ള ഡിഷസൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാവുന്നതാണ്. അങ്ങനെ നടന്നപ്പോൾ നമ്മുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ലാസ്റ്റ് ഒരു പൊസിഷൻ ഇതാണ്. ഇവിടെ നമുക്ക് ഫാർമസിയൊക്കെ കാണാം. ഇവിടെ നമുക്ക് നല്ലൊരു കിടില വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ തിരിച്ച് നമുക്കിനി വെളിയിലോട്ട് നടക്കുമ്പോൾ ഇതേപോലെ 2 സൈഡ് ഷോപ്പിംഗ് ഒക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടുന്ന് പിന്നെ ലാസ്റ്റായിട്ട് ഒരു കരിക്കും കൂടെ വാങ്ങിച്ചായിരുന്നു. അതിന് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മുടെ പട്ടായയിൽ വരികയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.